ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ടൈം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രാവിലത്തെ പണി തുടങ്ങിയിട്ടാ. ഇന്ന് ബീഫാണ് വാങ്ങിച്ചത്. അപ്പോൾ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുള്ള ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതാ ഞാൻ തേങ്ങ വറുത്തത് ഇടും കേട്ടോ. ബീഫിൽ തേങ്ങ വറുത്താണ് ബീഫ് വയ്ക്കുന്നത്. അപ്പോൾ അതാ ഈ നിറമായി വരണം കേട്ടോ. നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഇത് പോകുമ്പോൾ കുറച്ച് പെരുംജീരകം അതിനകത്തോട്ട് ഇടണം കേട്ടോ. എന്നിട്ട് കുറച്ച് പട്ടയും അതിനകത്തൂടെ ഇടണം. നമ്മൾ കറി മസാല അല്ലാതെ ഇടും, എന്നാലും ഞാൻ ഇങ്ങനെ ഇടുക. ഇതിൻ്റെ ബീഫ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇടും കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആ പച്ചമണം എല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് സവാള ഇടാം കേട്ടോ. അപ്പോൾ ഇതാ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സവാള ഇട്ട്, നേരത്തെ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഈ ഉള്ളി വാടി വരാനായിട്ട് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ശകല ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റിയിട്ട് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് വാടട്ടെ കേട്ടോ. അതൊന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് ഞാൻ വിചാരിച്ചു മോര് കറി വയ്ക്കാമെന്ന്, ഇറച്ചി നന്നായിട്ട് വഴറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോര് കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ജീരകവും മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ. അരച്ചെടുത്തിട്ട് തൈരും കൂടെ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കും. ഞാനിത് തേങ്ങ അരയ്ക്കത്തില്ല കേട്ടോ മോര് കറി. അപ്പോൾ ഇത് തേങ്ങ അരയ്ക്കാതെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ തോരത്തിനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീൻസാണ് കേട്ടോ തോരൻ. ബീൻസ് തോരനാണ് അരിഞ്ഞ്. ഇതെന്തെന്നറിയാമോ? ബേ ലീവ്സ്. എല്ലാവരും നമ്മുടെ തെരളിയൊക്കെ വയ്ക്കത്തില്ലേ, ആ ഇല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ മസാല ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പിന്നെ കറി മസാല, ഇത്രയും കൂടെ ഇട്ട് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എല്ലാം ഇട്ട് പുഴുങ്ങി വെച്ചിരുന്ന ആ ബീഫ് എടുത്ത് നമുക്ക് അതിനകത്തോട്ട് തട്ടി നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇളക്കിയിട്ട് അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി വരുമ്പോഴത്തേക്കും, വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിനകത്തോട്ട് എടുക്കാം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മോര് കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോര് കറിയും വെച്ചു, തോരനും വെച്ച് ഇന്ന് ഇത്രയേ ഉള്ളൂ.